നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3 മെയിൻ ഫിനോമിനകൾ പറഞ്ഞു. ഒന്നാമത്തത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, രണ്ടാമത്തത് തെർമൽ റേഡിയേഷൻ, 3 കോംപ്റ്റൺ എഫക്റ്റ്. ഇനി ചെറിയ കുറച്ച് പ്രോസസ്സുകൾ കൂടി പറയാനുണ്ട്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി പറയുന്ന പ്രോസസ്സുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അത് ഫോട്ടോണുകളായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പാർട്ടിക്കിൾ നേച്ചർ എന്ന കൺസെപ്റ്റിൻ്റെ സക്സസ്സിന് കാരണമാണെന്ത് നമ്മൾ ഈ ഒരുപാട് ഫിനോമിനകൾ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒന്നാമത്തെ ഫിനോമിന എന്താണ്? ഇൻട്രാക്ഷൻ ഓഫ് ഫോട്ടോൺസ് വിത്ത് ആറ്റങ്ങളുമായിട്ട് ഫോട്ടോൺ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ആറ്റം റെസ്റ്റിലുണ്ട്. ആ റെസ്റ്റിലുള്ള ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ഫോട്ടോൺ പോയി. അപ്പോൾ ഫോട്ടോൺ പോകുമ്പോൾ എന്ത് ചെയ്യും? എന്തൊക്കെ ഉണ്ടാവും പിന്നെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആറ്റത്തിൻ്റെ എനർജി കുറയും. ആറ്റത്തിൻ്റെ എനർജി കുറഞ്ഞിട്ട് എന്തായി മാറി? ആറ്റത്തിൻ്റെ എനർജി EF ആയി മാറി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു തോക്കുന്ന് വെടി വെക്കുമ്പോൾ എന്തുണ്ടാവും? ആ തിര പുറത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് തോക്കൊന്ന് ബാക്കിക്ക് തള്ളപ്പെടും. കാരണം മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ വേണ്ടി. മൊമെൻറ്റം കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു കൈനറ്റിക് എനർജി കിട്ടും, റീകോയിൽ കൈനറ്റിക് എനർജി. അപ്പോൾ അതുപോലെ ഈ ഫോട്ടോണിനൊരു മൊമെൻ്റ് ഉണ്ട്. ഫോട്ടോണിൻ്റെ മൊമെൻ്റാണ് hν/c. അപ്പോൾ ഫോട്ടോണൊരു മൊമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ മൊമെൻറ്റം കൺസർവ് ചെയ്യണമെങ്കിൽ ഈ ഫോട്ടോണിൻ്റെ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ആയൊരു മൊമെൻ്റ് ആറ്റത്തിന് കിട്ടും. അപ്പോൾ ആറ്റത്തിനും സ്വാഭാവികമായിട്ടൊരു കൈനറ്റിക് മൊമെൻ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്ക് ഒരു മോഷൻ ഉണ്ടാവുക എന്നല്ലേ. അപ്പോൾ ഈ റെസ്റ്റിലുള്ള ആറ്റത്തിന് ഒരു ഫോട്ടോൺ പോകുമ്പോൾ എന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി കിട്ടും. അപ്പോൾ ഈ ആറ്റത്തിന് എന്ത് കിട്ടും? ആറ്റത്തിന് ഇനീഷ്യൽ എനർജി EI ആയിരുന്നു. ആ EIയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫോട്ടോൺ പോയി. അപ്പോൾ ഒരു എനർജി ഉണ്ടായി. EIയിൽ നിന്നാണ് ഈ എനർജി ഉണ്ടാകുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാം ആദ്യം ഈ ആറ്റം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ EI = ദിസ് പോയ ഫോട്ടോണിൻ്റെ എനർജി പ്ലസ് ഫൈനൽ എനർജി ഓഫ് ആറ്റം പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ആറ്റം. ഇങ്ങനെ എഴുതി കൂടെ? അതായത് ഇവിടെ ഇപ്പോൾ ആദ്യം ഈ ഒറ്റ എനർജി മാത്രമേ ഉള്ളൂയിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇത് നമുക്ക് പോയ ഫോട്ടോണിൻ്റെ എനർജി കാണണമെങ്കിൽ ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. EF - EI പ്ലസ് K. ഇങ്ങനെ എഴുതി കൂടെ? സോറി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്ത് ചെയ്താൽ ഈനെവിടെ നിർത്തി ബാക്കിയൊക്കെയാണ് കൊണ്ടുപോവുകയാണെങ്കിൽ E = EI - EF - K. ഇങ്ങനെ എഴുതി കൂടെ? ഇതിൻ്റെ മീനിങ് എന്താ? ആറ്റത്തിൻ്റെ എനർജിയിൽ നിന്ന് ആറ്റത്തിന് അപ്പോഴുള്ള കൈനറ്റിക് എനർജി കുറച്ചാൽ എന്ത് കിട്ടും? പോയ സാധനത്തിൻ്റെ എന്ത് കിട്ടും? എനർജി കിട്ടും. അതായത് ഫോട്ടോണിൻ്റെ എനർജി കിട്ടും. ഇനി ആറ്റം അബ്സോർബ്സ് എ ഫോട്ടോൺ. ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്ന എന്താ സംഭവിക്കുക? ഇനീഷ്യലി ആറ്റത്തിൻ്റെ എനർജി EI ആയിരുന്നു. അതിക്കൊരു ഫോട്ടോൺ ഇത് വരുന്നത് EE, ഓറഞ്ച് കളറുള്ള ഫോട്ടോൺ വന്നു. അപ്പോൾ നമുക്ക് എനർജി കൺസർവേഷൻ എങ്ങനെ എഴുതാം? EI പ്ലസ് E. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇനീഷ്യൽ അവസ്ഥ. ഇതിലേക്ക് വന്നു. അതിപ്പോൾ വന്നപ്പോൾ ഉള്ള അവസ്ഥ എന്താ? ഫൈനൽ സ്റ്റേറ്റിൽ ആറ്റത്തിൻ്റെ എനർജി മാറി EF. പിന്നെ ആറ്റത്തിനൊരു കൈനറ്റിക് എനർജി കിട്ടും. കാരണം എന്താ? ആദ്യം ആറ്റം റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരു മൊമെൻ്റ് ഉള്ളൊരു സാധനമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ മൊമെൻറ്റം കൺസർവ് ചെയ്യണമെങ്കിൽ ആറ്റത്തിനൊരു കൈനറ്റിക് എനർജി ഈ മൊമെൻ്റ് ആറ്റത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം ആറ്റത്തിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആറ്റത്തിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. നമുക്ക് അതും കൂടി എഴുതാം. അപ്പോൾ ഇനീഷ്യലി ഉള്ള എനർജി കൺസർവേഷൻ ആട്ടോ നമ്മൾ ഇവിടെ എഴുതുന്നത്. എനർജി കൺസർവേഷൻ. അപ്പോൾ ഇത് ഇനീഷ്യൽ എനർജി, ഇത് ഫൈനൽ. ആറ്റത്തിൻ്റെ എനർജിയിൽ എത്ര മാറ്റം വന്നു നോക്കണം. എന്ത് ചെയ്താൽ മതി? അത് EI - EF ചെയ്താൽ മതി. =
ചേഞ്ച് ഇൻ എനർജി ഓഫ് ആറ്റം കാണണമെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ എഫ് മൈനസ് ഇ ഐ ഈസ് ഈക്വൽ ടു, ഇത് ചേഞ്ച് ഇൻ എനർജി കേട്ടോ, എനർജി ഇ എഫ് മൈനസ് ഇ ഐ ഈസ് ഈക്വൽ ടു ഇ മൈനസ് കെ. അതായത് ഫോട്ടോണിൻ്റെ എനർജിയിൽ നിന്ന്, ഇത് ഫോട്ടോണിൻ്റെ എനർജി അല്ലേ, എനർജി ഓഫ് ഫോട്ടോൺ, ഇത് ആറ്റത്തിന് കിട്ടിയ കൈനറ്റിക് എനർജി, അത് കുറച്ചാൽ ഫോട്ടോണിൻ്റെ എനർജിയിൽ നിന്ന് ആറ്റത്തിന് ഇപ്പോൾ ഉള്ള കൈനറ്റിക് എനർജി കുറച്ചാൽ ആ ബാക്കിയുള്ള എനർജിയാണ് എന്ത്, ആറ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുള്ള ചേഞ്ച്. ഓക്കെ, ഇനി അടുത്തത് ബെംസ്ട്രാലങ് ആൻഡ് ഈ എക്സ്റേ പ്രൊഡക്ഷൻ. നമുക്കറിയാം, അറിയുന്നൊരു ഇലക്ട്രോഡൈനാമിക്സ് പഠിച്ചൊരു കാര്യമാണെന്ത്, ആക്സിലറേറ്റഡ് ചാർജസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നത് സ്റ്റേഷനറി ചാർജ് എന്തുണ്ടാക്കും, സ്റ്റേഷനറി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. മൂവിങ് ചാർജ് സ്റ്റേഷനറി സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അല്ല, മൂവിങ് ചാർജസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ചാർജ് കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആക്സിലറേറ്റഡ് ചാർജസ് എന്തുണ്ടാക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആക്സിലറേറ്റഡ് ചാർജസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാർജിന് ഭയങ്കര ഫാസ്റ്റായിട്ട് വരുന്നൊരു ചാർജ്, അതിന് പെട്ടെന്ന് എന്തെങ്കിലും വെച്ച് ബ്ലോക്ക് ചെയ്താൽ ഈ ചാർജ് പെട്ടെന്ന് അതിൻ്റെ വേഗത കുറഞ്ഞില്ലാതാവുകയാണ്. അപ്പോൾ പെട്ടെന്നാണ്ട് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ഇത് ഇവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യും ആ സമയത്ത്, കാരണം അത് ആക്സിലറേറ്റിംഗ് ചാർജാണ്. അപ്പോൾ അതേ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മളവിടെ അപ്പോൾ ചാർജുകളെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക. അതായത് ഇവിടുന്ന് ഇത് രണ്ട് ഇലക്ട്രോഡുകളാണ്. ഇലക്ട്രോഡുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ ഇലക്ട്രോൺ ജസ്റ്റ് ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വെച്ചാൽ എന്ത് ചെയ്യും, നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ക്യൂ വി എന്നെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്താ വരിക, മൈനസ് ഇ, ഇവിടെ ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇലക്ട്രോണാണ്, മൈനസ് ഇ ഇൻറ്റു വിൻ്റെ സ്ഥാനത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഈ ഡെൽറ്റ വി. ഇത് യഥാർത്ഥത്തിൽ എന്താ, ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം മൈനസ് സൈൻ ഇല്ല ഇവിടെ, ഡിക്രീസാണിത്. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെസ്റ്റിലുള്ള ഇലക്ട്രോണാണ് ഈ ഇങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ പോകുന്നതെങ്കിൽ അതിനൊരു കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ടാവും. എത്ര കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഇനീഷ്യലി 0 ആണെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ പോകുമ്പോൾ ചേഞ്ച് കിട്ടിയിട്ടുണ്ടാവും. ഈ ചേഞ്ച് എത്ര കിട്ടുക, ഈ ഡെൽറ്റ വി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കൈനറ്റിക് എനർജിയിൽ പോകുന്ന ഇത് പെട്ടെന്ന് ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്തു. ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ പെട്ടെന്ന് ഡീസിലറേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ വെലോസിറ്റി പെട്ടെന്ന് കുറയും. അതായത് ഒരു നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കൈനറ്റിക് എനർജികളൊക്കെ എന്തായി പോവും, കൈനറ്റിക് എനർജീൻ്റെ ഒരു ഭാഗം എന്തായി പോവും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി ആദ്യം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് എന്തുണ്ടാവും, ഒരു റിസൾട്ടായിട്ട് ഫോട്ടോൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് എക്സ്റേ പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നോക്കാം. ആദ്യം ഒരു ഇലക്ട്രോണ്, അതിൻ്റെ കൈനറ്റിക് എനർജി കെ ആണ്. ഒരു ടാർജറ്റ് ആറ്റത്തിലേക്ക് വന്ന് ടാർജറ്റ് ആറ്റത്തിലേക്ക് ഉയർന്നൊരു കെ എന്ന കൈനറ്റിക് എനർജിയോടെ വരികയാണ്. ഇവിടെ ഒരു കൊളീഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി ഒക്കെ കുറയണം. അപ്പോൾ കുറയാനുള്ളത് കൈനറ്റിക് എനർജി മാറും. അത്രയും എനർജിയിൽ വന്ന് പെട്ടെന്നാണ് ഡീസിലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആറ്റം ഇതാണ് ഇത്. അപ്പോൾ ആറ്റത്തിന് ഇവിടെ എന്തെങ്കിലും ഇത് കിട്ടുമോ? ആറ്റം എന്ന് പറഞ്ഞാൽ മാസീവാണ്, ഇലക്ട്രോണിനെ അപേക്ഷിച്ച് എത്രയോ ടൈംസ് മാസീവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇതിപ്പോൾ മൊമെൻറ്റം കൺസേർവ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ഇലക്ട്രോൺ ഭയങ്കര മൊമെൻറ്റേറ്റാണ് വരുന്നത്, വലിയ മൊമെൻറ്റേറ്റാണ്. പക്ഷേ ആ മൊമെൻറ്റം കൺസേർവ് ചെയ്യണമെങ്കിൽ
ആറ്റത്തിനൊരു കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കൈനറ്റിക് എനർജി ഓഫ് ആറ്റം വിൽ ബി വെരി 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 ലെസ് ദാൻ ഇലക്ട്രോൺ, ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് ആറ്റത്തിൻ്റെ കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. കാരണം ആ ഇലക്ട്രോണിൻ്റെ എം വി എന്നുള്ള ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം അത് തന്നെ ആയിരിക്കും. അത് ആറ്റത്തിൻ്റെ ആറ്റത്തിന് ആ മൊമെൻറ്റം കിട്ടണ്ടേ. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസ് വളരെ വലുതായതുകൊണ്ട് ആറ്റത്തിന് ചെറിയ വെലോസിറ്റി കിട്ടുള്ളൂ. ഈ സാധനം ഇതിന് ഈക്വൽ മൊമെൻ്റാണല്ലോ ആറ്റത്തിന് കിട്ടേണ്ടത്. അപ്പോൾ ആ മൊമെൻറ്റം, അപ്പോൾ ആറ്റത്തിന് എന്ത് ചെയ്യില്ല, കാര്യമായിട്ടൊന്നും കൈനറ്റിക് എനർജി കിട്ടില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ആദ്യം ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കെ ആയിരുന്നു. അത് ടാർഗറ്റ് ആറ്റത്തിൽ ഇടിച്ചു. അപ്പോൾ ഇലക്ട്രോൺ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തു. എന്നിട്ട് ഇലക്ട്രോൺ വേറെ വഴിക്ക് പോയി. ഇലക്ട്രോണിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി കെ പ്രൈമാണ്. അപ്പോൾ ഈ ഫോട്ടോണിൻ്റെ എനർജി നമുക്ക് എങ്ങനെ കിട്ടുക? ആറ്റം റെസ്റ്റ് തന്നെയാണ്, ആറ്റത്തിന് കൈനറ്റിക് എനർജി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഫോട്ടോൺ, എനർജി ഓഫ് ഫോട്ടോൺ എവിടുന്നാണ് വന്നത്? എനർജി ഓഫ് ഫോട്ടോൺ എവിടുന്നാണ് വന്നത്? ചേഞ്ച് ഇൻ കെ ഇ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയിൽ വന്ന കുറവാണെന്ത്? ഫോട്ടോണായി മാറിയത് അല്ലേ? അപ്പോൾ എനർജി ഓഫ് ഫോട്ടോൺ നമുക്ക് ഇങ്ങനെ എഴുതാം. എനർജി ഓഫ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ പ്രൈം, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി നമുക്കറിയാം എച്ച് ന്യൂ ആണ്. എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ പ്രൈം. ഇവിടെ ഇപ്പോൾ മാക്സിമം എനർജി ഫോട്ടോണ് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഫോർ മാക്സിമം എനർജി കെ പ്രൈം ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആവണം. അതായത് ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഏകദേശം 0 ആണെങ്കിൽ ആ ഉള്ള കൈനറ്റിക് എനർജി മൊത്തം എനർജിയായി ഫോട്ടോൻ്റെ എനർജിയായി മാറി എന്ന് പറയാം. അതായത് ഇ മാക്സ് ആയിരിക്കും. ഇ വിൽ ബി ഇ മാക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ആ ഉള്ള കൈനറ്റിക് എനർജി മൊത്തം, ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ 0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി മൊത്തം ഫോട്ടോണിൻ്റെ എനർജിയായി മാറി. അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് എന്തുണ്ടാവുക? എച്ച് ന്യൂ മാക്സ്. എച്ച് ന്യൂ എന്നുള്ളത് മാക്സിമം ആവുക അല്ലേ? എച്ച് ന്യൂ മാക്സിമം ആവൽ അപ്പോഴാണ്. എച്ച് ന്യൂ അങ്ങനെയാണ്, ആ സമയത്താണ് മാക്സിമം ആവുക. ന്യൂ മാക്സിമം ഇവിടെ പല എച്ച് ന്യൂ എന്ന് പറഞ്ഞത് എന്താണ്? എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ അത് കെ മൈനസ് കെ പ്രൈമാണ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ കെ പ്രൈമിന് പല വാല്യൂസും അവിടെ സാധ്യത ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി പല വാല്യൂസും ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എച്ച് ന്യൂ ഒരു ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഫൈനൽ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എച്ച് ന്യൂ പല വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഇലക്ട്രോൺ വന്നുകൊണ്ട് ഇങ്ങനെ കൊളോയിഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? പലതിനും പല എനർജി ആയിരിക്കും. കാരണം പലതിൻ്റെയും കൈനറ്റിക് എനർജി പലതായിരിക്കും. അതുകൊണ്ട് തന്നെ കെ മൈനസ് കെ പ്രൈം ഓരോ ഇലക്ട്രോണും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കൊളീഷൻ നടക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് വന്ന് കൊളോയിഡ് ചെയ്യുന്ന സമയത്ത് പല എനർജിയുള്ള ഫോട്ടോണുകൾ എമിറ്റ് ചെയ്യും. ആ ഒരു കൂട്ടത്തിൽ മാക്സിമം എനർജിയുള്ള ഫോട്ടോൻ്റെ എനർജി എന്തായിരിക്കും? ഇതായിരിക്കും. കാരണം ആ മാക്സിമം എനർജിയുള്ള ഫോട്ടോണ് അതിൻ്റെ കേസിലുള്ള ഇലക്ട്രോണിൻ്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിട്ടുണ്ടാവും? 0 ആയിരിക്കും. ഫൈനൽ ഈ കെ പ്രൈം 0 ആകുമ്പോഴാണ് എച്ചിന് മാക്സിമം ആവുക. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ ഒരുപാട് ഇലക്ട്രോൺ ഇങ്ങനെ എന്ത് ചെയ്തു ഡീസിലറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോട്ടോണുകൾ ഉണ്ടാവും. ഓരോന്നിൻ്റെ എനർജികൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എച്ച് ന്യൂ എന്നുള്ളത് എച്ച് ന്യൂ മാക്സ് ആവണമെങ്കിൽ അത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂ മാക്സ് എന്താ? ന്യൂ മാക്സ് ഈസ് ഈക്വൽ ടു കെ ബൈ എച്ച്. അതായത് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ബൈ എച്ച് ആണ്. അത് ആ ഉള്ള ഒരുപാട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാണ്? ഒരു ടാർഗറ്റിൽ വന്നാണ് ഇടിക്കുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോണുകൾ വരും. ഓരോന്നിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ പ്രൈമാണ്.
അപ്പോൾ ഇതിൻ്റെ കെ പ്രൈം വ്യത്യാസം ഉണ്ടാവും, ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ഇതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ഫോട്ടോൻ്റെ എനർജി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് പല ഫ്രീക്വൻസികളുള്ള റേഡിയേഷൻസ് ആയിരിക്കും വരിക. പല എനർജിയുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ E=hν ആണല്ലോ ഫോട്ടോൻ്റെ എനർജി. പല എനർജിയുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ന്യൂ ആയിരിക്കും. അതായത് പല ഫ്രീക്വൻസിയുള്ള റേഡിയേഷനുകളായിരിക്കും വരിക. പല എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിലായിരിക്കും, ഏകദേശമൊക്കെ ഒരു അടുത്ത ഫ്രീക്വൻസി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു റേഞ്ചിലുള്ളതായിരിക്കും. ആ കൂട്ടത്തിൽ മാക്സിമം ഫ്രീക്വൻസി ഇതായിരിക്കും. ഇനി വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ വരിക? മാക്സിമം വേവ് ലെങ്ത്ത് എന്തായിരിക്കും? മാക്സിമം ഫ്രീക്വൻസി എന്താണ്? മാക്സിമം എനർജി ഓഫ് ഫോട്ടോൺ. ഈ മാക്സ് എന്താണ്? ഒരുപാട് ഫോട്ടോണുകൾ വരും, അതിൽ കൂട്ടത്തിൽ ഏറ്റവും മാക്സിമം എനർജി ഉള്ളത് എന്തായിരിക്കും? അതിൻ്റെ എനർജി ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ ടേമിൽ ഇതാണെങ്കിൽ hc/λ = k. hc/λ മാക്സിമം ആവണമെങ്കിൽ ഇതെന്താ? ലാംഡ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ലാംഡ മിനിമം ആവണം. ലാംഡ മിനിമം ആകുമ്പോഴാണ് hc/λ മാക്സിമം ആവുക. അപ്പോൾ മിനിമം വേവ് ലെങ്ത്ത് എന്താണ്? അപ്പോൾ ഒരുപാട് ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവ് ലെങ്ത്ത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത്ത് ഏതായിരിക്കും? ലാംഡ മിനിമം = hc/k. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണെ ഡെൽറ്റ V എന്ന പൊട്ടൻഷ്യലിൽ ആക്സിലറേറ്റ് ചെയ്താൽ അതിൻ്റെ കൈനറ്റിക് എനർജി എത്ര ആയിട്ടുണ്ടാവും? E∆V ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ hc/E∆V എന്ന് കൊടുക്കാം. ഓക്കെ, ലാംഡ മാക്സ്. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എക്സ്റേകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സ്റേൻ്റെ കേസിൽ വളരെ ഉയർന്നൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ∆Vയുടെ വാല്യൂ ഏകദേശം 10,000 വോൾട്ട്. 10,000 വോൾട്ടിൽ ഇലക്ട്രോണെ ആക്സിലറേറ്റ് ചെയ്താൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്തായിട്ടുണ്ടാവും? E∆V ആയിട്ടുണ്ടാവും. E × 10,000 വോൾട്ട് ആയിട്ടുണ്ടാവും. അതിനെ പെട്ടെന്ന് എന്ത് ചെയ്തു? ടാർജറ്റ് മെറ്റീരിയൽ ഇവിടെ വന്നിട്ട് ഇടിപ്പിക്കുമ്പോൾ ഒരുപാട് ഫോട്ടോണുകൾ വരും. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ഓരോ ഫോട്ടോണിൻ്റെ എനർജി എന്താണ്? K - K'. ഇതെന്താണ്? ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. KE ഇനീഷ്യലാണിത്. ഇത് KE ഫൈനൽ. ഇലക്ട്രോണിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണിത്. അപ്പോൾ ഓരോന്നിനും ഫൈനൽ കൈനറ്റിക് എനർജി വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ K - K' ഓരോ ഫോട്ടോണും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് ഓഫ് എക്സ്റേസ് ആണ് കിട്ടുക. പല എക്സ്റേൻ്റെ റേഞ്ച് ഉണ്ടല്ലോ, ഏകദേശം നാനോമീറ്റർ ഓർഡറിലാണ് ഉണ്ടാവുക. ആ നാനോമീറ്റർ ഓർഡറിലുള്ള ഒരു റേഞ്ച് ഓഫ് എക്സ്റേസ് കിട്ടും. വി വിൽ ഗെറ്റ് എ റേഞ്ച് ഓഫ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒരു എക്സ്റേസാണ് കിട്ടുക. എന്താ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ആ എക്സ്റേയിൽ ഒറ്റ വേവ് ലെങ്ത്ത് മാത്രമല്ല, പകരം K - K' പല വാല്യൂസും ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും കൂടുതൽ വരെയുള്ളത് ഉണ്ടാവും. പിന്നെ മാക്സിമം വാല്യൂ K ആണ്. K' 0 ആകുമ്പോൾ. അപ്പോൾ അതുവരേക്കുള്ള വിവിധ ഇത് കിട്ടും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്റേ കിട്ടും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബ്രംസ്ട്രാലങ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബ്രംസ്ട്രാലങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്റേൻ്റെ മാക്സിമം ഇങ്ങനെ ഇത്ര വോൾട്ടേജിൽ ആക്സിലറേറ്റ് ചെയ്തു പോകുമ്പോൾ എക്സ്റേൻ്റെ മാക്സിമം വേവ് ലെങ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. മിനിമം വേവ് ലെങ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ hc/E ഇത് ചോദിക്കുക. എന്ത് ചെയ്യുക? എനർജി ഓഫ് ഫോട്ടോൺ = മാക്സിമം കൈനറ്റിക് എനർജി എന്ന് കൊടുക്കുക. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് hν = KE എന്ന്. അപ്പോൾ ν = KE/h. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി h എന്ന് കൊടുത്താൽ മാക്സിമം വാല്യൂ എത്രയെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടി പെയർ പ്രൊഡക്ഷന് മറ്റൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു.